ഇന്ന് നമുക്ക് കപ്പ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു 2 കഷ്ണം കപ്പാണ് എടുത്തത്. പിന്നെ അതിലേക്ക് ഞാൻ വറവിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയുള്ളി എടുത്തത്. പിന്നെ ആർക്കേജിൻ്റെ അകത്താണ് വറവിട്ടെടുക്കുന്നത്. ഒരു വെറൈറ്റി റെസിപ്പിയും കൂടിയാണ് കേട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, അതിന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടൊന്ന് ഈ ഒരു വീഡിയോ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു കപ്പ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ കപ്പ എന്ന് പറയൂ, പൂള എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അധികവും നമ്മളിവിടെ പൂള എന്നാണ് പറയുക. കപ്പ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാനങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കാം കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട്. അപ്പോൾ ഇത് നല്ല പൊടിയുള്ള പൂളാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിത് കട്ട് ചെയ്യുന്ന നേരത്തെ തന്നെ മനസ്സിലാവും നല്ല പൊടിയുള്ള കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൽ ആദ്യം ഒന്ന് ചെറിയ കുഞ്ഞ് പീസാക്കിയിട്ട് ഒന്ന് ക്ലീൻ ആക്കിയെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, കുഞ്ഞു കുഞ്ഞു പീസാക്കി എടുക്കുക. ഇതിപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഉടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 3/4 വേവ് മാത്രം മതിയാവൂ. ഇത് മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ആക്കി എടുക്കട്ടെ. ഇത് ഞാൻ കഴുകി നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇത് കുഴഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 3/4 വേവൊക്കെ ആയാൽ മതിയാവും. എന്നിട്ട് നമ്മളിത് പിസിൽ ഓഫാക്കിയിട്ട് ഇതിൻ്റെ വെള്ളം ഒഴിവാക്കണം കേട്ടോ. വെള്ളം ഒഴിവാക്കിയിട്ടാണ് നമ്മളിത് പിന്നെ കുക്ക് ചെയ്യാനെടുക്കാൻ പറ്റൂ. ഇനിയിപ്പോൾ നമ്മളെ കപ്പ ഒന്ന് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിവിടെ വലിയ ഉള്ളി ഒന്ന് കട്ടാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു പകുതി വലിയ ഉള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ, ഒന്ന് മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. പകുതി മാത്രം മതിയാവും നമ്മൾ ഈ ഒരു റെസിപ്പിക്ക്. വലിയുള്ളി കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ കപ്പ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് വെന്ത് ഉടഞ്ഞൊന്നും പോയിക്കില്ല, അധികം നല്ലോണം വെന്തൊന്നും ഉടഞ്ഞിക്കില്ല കേട്ടോ. ഒരു പാകത്തിനുള്ള വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിലെ വെള്ളം ഒന്ന് ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് തന്നെ നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടോ ഞാൻ ഇതിലേക്ക്. ഇനിയിപ്പോൾ അത് നമ്മളിതിലേക്ക് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിന് ഉള്ളി, അതൊന്ന് നല്ലോണം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരട്ടെ കേട്ടോ. ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ പൊടിമുളകൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ഈ ഒരു എരിവിന് ഈ ഒരു 3-4 പച്ചമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുരുമുളകും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട്. പിന്നെ വേറെ പൊടിമുളകോ അങ്ങനത്തെ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ. ഈ ഒരു മുളകും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വാടി വന്നോട്ടെ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും ചേർത്ത് കൊടുത്തിനു. പിന്നെ ഒരു പൂവ് കേട്ടോ, കറാമ്പൂവ് കൂടിയും ചേർത്ത് കൊടുത്തിനു കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച കപ്പില്ലേ, അത് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ ഒരു അരമുറി തേങ്ങൻ്റെ പാലും കൂടി എടുത്ത് വെച്ചിന് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. നമ്മൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ. ഇനി ഇതിൽ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നല്ലോണം തിളപ്പിച്ചിട്ട് ഒന്ന് കുറുകി വരട്ടെ.
അപ്പോൾ ഈ കഷ്ണങ്ങൾ അധികം ഉടഞ്ഞു പോകണ്ട, അതുപോലെ തന്നെ അധികം ഉടയാണ്ട് നിൽക്കണ്ട കേട്ടോ, ഒന്ന് ഉടഞ്ഞിട്ട് നിന്നോട്ടെ. എന്നാലാണ് ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് വരിക. ഏകദേശം നമ്മൾ പാൽക്കപ്പില്ലേ അത് തന്നെയാണ് അതിൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ടൊന്ന് ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിലൊന്ന് അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളകും കൂടിയും ചേർത്തിന് കേട്ടോ, അതിനോട് പറയാൻ വിട്ടുപോയതാണ്. അതും കൂടി അത് ഞാൻ പൊടിക്കാണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിങ്ങനെ ഇടയിൽ ഇങ്ങനെ കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ നമ്മളിത് കുറുകി നല്ലോണം നുടഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കറി എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് കൊടുക്കുക. കണ്ടില്ലേ, ഏകദേശം ഇതേപോലെ ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അധികം ഉടഞ്ഞിക്കില്ല, അധികം ഉടയാണ്ടില്ല കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ഒന്ന് കടിക്കാൻ ഉള്ള പരുവത്തിലാണുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഇതൊന്ന് കഴിക്കാൻ.